അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അത് നമ്മുടെ ഫസീലയെ തിരിച്ചെടുക്കുകയാണല്ലോ. ഐഷുമ്മയുടെ മനസ്സിൽ സന്തോഷം. റബ്ബേ അല്ലാ, വാണ്ടമാര് നീച്ച മണ്ടി എല്ലാവരും സ്വീകരിക്കാനും ഒന്നും എനിക്ക് പറ്റണില്ലല്ലോ റബ്ബേ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഐഷുമ്മാക്ക്. എന്നാൽ സമീറ അന്ന് അവർ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയില്ല. അന്ന് ഐഷുമ്മയുടെ കൂടെ തന്നെയായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. എന്നാൽ അന്ന് രാത്രി ഒരു 11 മണിയപ്പോൾ ഐഷുമ്മ പറഞ്ഞു, മോളെ സെമിയെ, എന്തോ ഉമ്മാൻ്റെ കുട്ടിയോടെ മേലെ പോയി കിടന്നാണേ. ഉസ്താദിനെയും വിളിച്ചോളി, അവിടെ പോയി കിടന്നോളി, മേലെ റൂമുണ്ടല്ലോ എമ്പാടും. അവിടെ ആരപ്പോൾ? അവിടെ ഒരു റൂമിൽ നവാസും കുട്ടികളും ഉണ്ടാവും, അവിടെ പോയി കിടന്നാളി ചെല്ലി. മറ്റേ 2 റൂം അവിടെ ഒഴിഞ്ഞെടുക്കണം. അത് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഇവിടെ കിടന്നോളാം. എൻ്റെ പൊന്നാര കുട്ടിയെ, അത് പറ്റൂലല്ലോ, അത് പറഞ്ഞാൽ പറ്റൂല. ഒരു ദിവസം നമ്മൾ ആണുങ്ങൾ അങ്ങനെ വിട്ട് പിരിഞ്ഞിരിക്കാൻ പാടില്ല. ഇപ്പം കണ്ടില്ല എൻ്റെ ഒരു അവസ്ഥ. മരിച്ചണേ വരെ ഈ കട്ടുമ്മലായിരുന്നു എൻ്റെ ഷാമോൻ്റെ വാപ്പ കിടന്നിൻ്റെ ഇതവിടെ ഈ കട്ടുമ്മൽ ഇവിടെ. ഞാൻ ഇവിടെയും കിടക്കും, മൂപ്പർ ഇവിടെയും കിടക്കും. അത്ര പറയുമ്പോൾ അത്രയും വലിയ കട്ടിലൊന്നും അല്ലേ ഞങ്ങൾക്കത്. അങ്ങനെ വലിയ കട്ടിൽമ കിടക്കണം അത്ര നല്ലതും അല്ലല്ലോ. നമ്മൾ ഈ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പുതിയാപ്പിളയും പുതിയണ്ണും ഒരേ കട്ടുമ്പോൾ തന്നെ കിടക്കണം. പലർക്കും ഒരു ഇതുണ്ട്, പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഓർക്ക് ഒപ്പം കിടക്കാൻ പാടില്ല, ഒരു വേറിട്ട് കിടക്കണം. അങ്ങനെ നമുക്ക് ഒരിക്കലും പാടില്ല മക്കളെ. മരിച്ചിറങ്ങോളം എൻ്റെ ഷാമോൻ്റെ ഒപ്പം അവിടെ എനിക്ക് കിടന്നിട്ടുണ്ട്, ഞാൻ ഇവിടെയും കിടക്കും. അങ്ങനെയേനു. അങ്ങനെ ആകുമ്പോൾ എന്താ, റഹ്മത്തിൻ്റെ മലക്കുകൾ നമുക്ക് ഇങ്ങനെ അനുഗ്രഹം ചൊരിഞ്ഞ് വരും. വേറിട്ട് കിടക്കാൻ പാടില്ല. നമ്മൾ പലോലും തെറ്റിപ്പിരിഞ്ഞ് വേറിട്ട്, അതാണ് എനിക്ക് എൻ്റെ മനസ്സിക്ക് വേദന. പഠിച്ചോനെ, എൻ്റെ കുട്ടികളപ്പം എന്നെ എങ്ങനെയാണ് നോക്കിൻ്റെത്. അതെ, എവിടേക്ക് പോകുമ്പോൾ എന്നെ കൊണ്ടുപോവേനു. അങ്ങനെയേനു. ഇത് എവിടേക്ക് തന്നെ ആണെങ്കിലും ഒരു യാത്ര പോകുകയാണെങ്കിലും, എടി ഐശ്വര്യ പോരുന്നില്ലേ, ഞാൻ ചിലപ്പം പറയും, പൊന്നാരിൻ്റെ ഇക്ക കുട്ടികളൊക്കെ ഇറ്റിഞ്ഞപ്പോൾ അത് സാരില്ല, ഇത് പോരായിട്ട് എനിക്കൊരു സുഖമില്ലേ എന്ന് പറയും. അതുകൊണ്ട് തന്നെ പൊന്നാര പഠിപ്പ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അവിടേക്കൊക്കെ ഇന്നെ കൂട്ടാതെ മൂപ്പര് പോവില്ലേനോ. കല്യാണം കഴിഞ്ഞോടെ പിന്നെ എൻ്റെ പെരയ്ക്ക് നിൽക്കാൻ പോലൊന്നും വല്ലാതെ തൃപ്തിയുള്ള കാര്യമില്ലേനോ. അതിന് ഞാൻ എപ്പോഴും ഇങ്ങനെ വേണം, എന്നാൽ പിന്നെ വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ 3-4 കുട്ടികളും ഉണ്ടായി. എന്നാലും നോക്കേ, മരിച്ചോളം ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. എനിക്ക് വല്ലാത്തൊരു വേദനയായിരുന്നത്. പിന്നെ ഒരു ഒറ്റപ്പെടൽ എനിക്ക് ഇങ്ങോട്ട് ഉണ്ടായി മരിച്ചു പോയതിൻ്റെ ശേഷം. അത് വല്ലാത്തൊരു ഇടങ്ങാറാണ് പൊന്നാര മക്കളെ. പെണ്ണുങ്ങൾ ഇവിടെ നിന്നിട്ട് ആണുങ്ങളാണ് പോയി കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ. എപ്പോഴും എന്നെ കൊണ്ട് നടക്കണം അതല്ലേനോ എല്ലായിടത്തേക്കും. ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിനായാലും ഒരു മീറ്റിങ്ങിനായാലും ഐശ്വര്യം പോരടി എന്ന് പറയും. ഞാൻ പരമാവധിയൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കുമ്പോഴും സമ്മതിക്കൂല. അതൊക്കെ ഓർമ്മകളായിട്ട് ഇങ്ങനെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ അയവിറക്കിയിരിക്കും ഞാൻ. പിന്നെയെന്ന് വെച്ചാൽ പുതിയാപ്പിളയും പുതിയണ്ണും തെറ്റി നിൽക്കണം അത്ര നല്ലതല്ല. ഓല് എപ്പോഴും സൗഹൃദത്തിൽ അവർ കൈ പിടിച്ച് നടന്നാൽ തന്നെ അതിൻ്റെ ഇടയിലൂടെ അവർ എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തിക്കണമെങ്കിൽ അത് കൊഴിഞ്ഞു പോകുന്നതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മടിയല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കല്ല, ഇപ്പം ഉമ്മയും ബാപ്പയും ഒരു ഒപ്പം ഇരുന്നാൽ, ഇമ്മയും ബാപ്പയും ഒപ്പം വർത്താനം പറഞ്ഞാൽ, ഒരു കട്ടിലും ഇരുന്നാൽ, വയസ്സായിട്ട് പോലും ഇപ്പം അങ്ങനെ തന്നെ ഓല് തൊട്ടിരുമ. അതും വേണം. കാരണം ചെറുപ്പം മുതലേ ഒപ്പം കൂടിയ ആൾക്കാരല്ലേ. പിന്നെ ഓല് കാലാകാലം ഒപ്പം നടക്കണം, ഒപ്പം ജീവിക്കണം, ഒപ്പം കിടക്കണമൊക്കെ തന്നെയല്ലേ നല്ലത്. പലോൽക്കുള്ളൊരിത്. ഒന്ന് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഉമ്മാരും ഉപ്പാരും വേറിട്ടാണ് കിടക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ പാടില്ല. നമ്മൾ മരിച്ചോളം ഓലൊപ്പം തന്നെ കിടക്കണം. അത് വല്ലാത്തൊരു റാഹത്താണ്. കഴിയുന്നതും അങ്ങനെ തന്നെ നിൽക്കണം. ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി. പിന്നെ അത് മാത്രമല്ല, ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമ്മാനം ഏതാണെന്നറിയോ? ഐഫോണല്ല, കേക്ക് മുറിക്കലല്ല, ഒന്നുമല്ല. ഓളെ പരിഗണിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഓളെ പരിഗണിക്കുക. എൻ്റെ ഷാമോൻ്റെ ഉപ്പ എന്നെ നല്ലോണം പരിഗണിച്ചിരുന്നു. അവർക്കത് കിട്ടുമ്പോഴേ മനസ്സിക്ക് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയത്. ഭാര്യനൊരു വില ഇല്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയല്ലേ ഓലെ മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ മക്കളെ ജീവിതം. ചിലവർക്ക് വീട്ടിലേക്ക് നല്ലോണം സൗകര്യം ഉണ്ടാവും, എല്ലാത്തിനുള്ള മെഷീന് കാര്യങ്ങൾ, വലിയ വീട്, കാറ്. പക്ഷേ ഭർത്താവ് അത്ര കണ്ട് പരിഗണിക്കില്ല. ഓള് പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളേക്കാരം ഓൾക്കിഷ്ടം, അത് പരിഗണിച്ച് കൊടുക്കുക. അതാണ്. അല്ലാതെ ഒരുപാട്
വിലപിടിപ്പുള്ള സാധനങ്ങളല്ല, അവളുടെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ കുറച്ചു നേരം ഒന്ന് ഇരുന്ന് സംസാരിക്കുക. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിരിക്കണില്ലേ, ആ ഭാര്യയുടെ കൂടെ അരമണിക്കൂർ ഇഷാന് ശേഷം ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അതിനുശേഷം ഒരു ഇടപാടും ഇവിടെ ഉണ്ടാവാറില്ല. അതായത് മറ്റു പുറത്തുള്ള വിഷയങ്ങളല്ല, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ. എന്താല്ലേ നമ്മൾ ഇസ്ലാം വല്ലാത്തൊരു ഇസ്ലാം ദീന്, നമ്മൾ അള്ളാഹുവിൻ്റെ ദീനെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു പവർ തന്നെയാണ്. ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി ഞങ്ങട്ട്. ഉമ്മ, ഉസ്താദ് പള്ളിയിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. എന്നോട് പറഞ്ഞോ ഇന്ന് എന്നാലും ഉമ്മാൻ്റെ അടുത്ത് നിന്നോ, ഞാൻ പള്ളിയിൽ കിടന്നോളാം ഇന്ന് എന്നുള്ളത്. മോളെ, അങ്ങനെ ആയാൽ പറ്റൂലല്ല മോളെ, ഉസ്താദിനെ വിളിക്കും മോള്. ഉമ്മ, അത് വേണ്ട, ഉറങ്ങിക്കോട്ടെ. പൊന്നു മോളെ, എന്താ ഇത്, അങ്ങനൊന്നും പറ്റൂല. അതിന് ഞാൻ സമ്മതിച്ചൂല. റബ്ബേ, ഒരു ദിവസം എന്ന് വെച്ചാൽ മക്കളെ, ഒരു ദിവസം വിലപ്പെട്ടാണ്. നമ്മളെ ഭർത്താക്കന്മാരെ കൂടെ തന്നെ കഴിയുന്നത് രാത്രി. അത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങാനും കൂടി ഒരു കാരണം തന്നെയല്ലേ. ഇവിടെ ഇപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും ഇവിടെ ഒരുമിച്ച് കിടക്കണം, എന്നെങ്കിലേ പറ്റുള്ളൂ. ഉമ്മ, അത് മോളൊന്ന് വിളിച്ചു നോക്ക്, ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. അല്ല ഉമ്മ, എത്ര സമയമായില്ലേ. സാരല്ലേ, ഞാൻ ഉമ്മാൻ്റെ കൂടെ തന്നെ ഇവിടെ കിടന്നോളാം. പൊന്നാര പടപ്പേ, ഉമ്മാൻ്റെ കുട്ടിയെ ചെയ്യല്ലേ, നമുക്ക് റഹ്മത്തും ബർക്കത്തും വേണ്ടത്. ചെല്ലി. സത്യം പറഞ്ഞ സമീറക്ക് മടി തോന്നി ആ ഒരു കാര്യത്തിന്. അവൾ അപ്പോൾ തന്നെ അതാ ഉസ്താദിനെ വിളിക്കണോ വേണ്ടെന്ന് കരുതി. ഇങ്ങോട്ട് കാട്ടിക്ക ഫോണ്, ഞാൻ വിളിച്ചരാം. ഉമ്മ, അത് വേണ്ട ഉമ്മ. അവൾ അതാ ഫോൺ ഓൺ ചെയ്തു. ആദ്യം വാട്സപ്പ് നോക്കി. അല്ല, ഓൺലൈനിലുണ്ടല്ലോ. വെറുതെ അവളൊരു ഹായ് വിട്ടു. ഹായ്. ഉറക്കം വരുന്നില്ല പെണ്ണേ, സത്യമായിട്ടും. നീ ഇപ്പം നമ്മൾ ഒരുമിച്ചല്ലേ. അപ്പോൾ പള്ളിയിൽ ആദ്യമല്ല ഞാൻ കിടന്നിരുന്നത്. ഇപ്പം പള്ളിയിൽ തനിച്ച് കിടന്നപ്പോൾ ഒരു ഉറക്കം വരാത്ത പോലെ, സത്യമായിട്ടും. അവളുടെ ഉസ്താദിൻ്റെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ ശരിക്കും അവളൊന്ന് ഞെട്ടി. റബ്ബേ പഠിച്ചോനെ. ഉമ്മ, എന്താ മോളെ, ഉറങ്ങിയിട്ടില്ലല്ലോ. അതാണ് പറഞ്ഞത്. ഇങ്ങോട്ട് വിളിച്ചോ, ഇങ്ങോട്ട് എനിക്ക് മടിയാണ്, ഞാൻ പറയാം. ഒന്ന് നെക്കി കാട്ടിക്കാണുമ്മ. അപ്പോൾ തന്നെ അവൾ വോയിസ് മെസ്സേജിന് അതാ ഞെക്കി കൊടുക്കുന്നു. കുട്ടിയെ, അസ്സലാമു അലൈക്കും. ഇങ്ങോട്ട് പോന്നാളിട്ടാ. ഒറ്റക്ക് അവിടെ കിടക്കണ്ടല്ലോ ആ പള്ളിക്കൽ. അത് പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ അങ്ങനെ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊക്കെ ചെയ്തില്ലേ, ഇനിയിപ്പോൾ അവിടെ കിടക്കണ്ട. ഇങ്ങോട്ട് പോന്നാളി, ഇവിടെ റൂമൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് മേലെ. ഇങ്ങോട്ട് പോന്നാളിട്ടാ. വേഗം ഇങ്ങോട്ട് പോരി, അവിടെ ഒറ്റക്ക് കിടക്കണ്ട. കുഞ്ഞെ, പോയില്ലേ മെസ്സേജ്? അമ്മ പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഉസ്താദ് അതെടുത്ത് കേട്ടു. കുട്ടിയെ, അസ്സലാമു അലൈക്കും. ഇങ്ങോട്ട് പോന്നാളിട്ടാ. ഒറ്റക്ക് അവിടെ കിടക്കണ്ടല്ലോ ആ പള്ളിക്കല്. അത് പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ അങ്ങനെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞൊക്കെ ചെയ്തില്ലേ, ഇനിയിപ്പോ അവിടെ കിടക്കണ്ട. ഇങ്ങോട്ട് പോന്നാളി, ഇവിടെ റൂമൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് മേലെ. ഇങ്ങോട്ട് പോന്നാളിട്ടാ. വേഗം പോരി, അവിടെ ഒറ്റക്ക് കിടക്കണ്ട. എന്നാൽ ആ സമയം തന്നെ ഉസ്താദിന് അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. ഉസ്താദ് അപ്പോൾ തന്നെ തിരിച്ചു വോയിസ്. ഉമ്മ, അതിപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നാളെ വരാം. എന്നാൽ ഐഷുമ്മ സമ്മതിച്ചില്ല. ഇന്ന് തന്നെ വരണമെന്ന് ഐഷുമ്മ പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ ഉസ്താദിനും വല്ലാത്തൊരു സന്തോഷമായി. ഉസ്താദ് അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. അല്ലാ റബ്ബേ, എങ്ങനെ രാത്രി തള്ളി നീക്കുമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഉസ്താദ് ആ നിമിഷം തന്നെ പുത്തൻ വീട് തറവാട്ടിലേക്ക് വരുന്നു. ശരിക്കും പ്രതീക്ഷിക്കാതെ വന്നപ്പോൾ ശരിക്കും തന്നെ അവൾക്കും വല്ലാത്ത സന്തോഷമായി. ഷാമോൻ പറഞ്ഞു, ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ, എന്താ ഉസ്താദ് നിങ്ങൾ ഇത്ര മടിച്ചു നിന്നത്? അല്ലട, ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ അതിനെന്താ ഉസ്താദ്, മുകളിൽ 2 ബെഡ്റൂം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഉസ്താദ് വന്നപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷമായി. അങ്ങനെ സമീറയും ഉസ്താദും മുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സമീറ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഉമ്മ ഫോൺ എടുത്ത് വെച്ചോളിട്ടോ. പിന്നെ ഉമ്മ കുറച്ചും കൂടി ചുടുവെള്ളം ഞാൻ കൊണ്ടുവന്ന് വെക്കവിടാം. ഇനിയിപ്പോൾ രാത്രി എങ്ങനെ ദാഹിക്കുകയാണെങ്കിലോ. എന്നാൽ ഷമ്മാസ് അത് കേട്ടുകൊണ്ട് പറഞ്ഞു, ഷമിത്ത, എന്താ ഷമിത്ത, ഞങ്ങളൊക്കെ ഇവിടെ താഴെ ഇല്ലേ. ഉമ്മയുടെ കാര്യത്തിൽ ഇത്ര അധികം നിങ്ങൾ എന്തിനാ നോക്കുന്നു? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ കയറി ചെല്ലി. ഷാമോനെ, ഇത് ചുടുവെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഉമ്മാക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ വിളിക്കണം കേട്ടോ. ആ ഷെമിത്ത, നിങ്ങൾ പോയിക്കോളി. ഷെമിത്തയോട് വല്ലാത്തൊരു സ്നേഹം അതാ ഷമ്മാസിന് തോന്നി. സ്നേഹം മാത്രമല്ല, ബഹുമാനവും. അതെ, എനിക്ക് എൻ്റെ ഒരു മൂത്ത പെങ്ങളുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞ സാജിക്ക് പോലും ഉമ്മയുടെ കാര്യത്തിൽ അത്രമാത്രം ഒരു ഉത്തരവാദിത്വമൊന്നുമില്ല. പക്ഷേ മാഷാ അല്ലാ, അവൾ മനമില്ലാ മനസ്സോടു കൂടിയാണെങ്കിലും അല്പം സന്തോഷത്തോടു കൂടി അങ്ങോട്ട് കയറി ചെന്നു. അല്ല, ഉസ്താദിന് ഭക്ഷണമൊന്നും ഒന്ന് വിളിച്ചു നോക്ക് മോനെ. എന്നാൽ ഉസ്താദ് പറഞ്ഞു, ഉമ്മ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്, ഒന്നും വേണ്ട. ഇന്ന് ഞാൻ പള്ളിയിലെന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ഫുഡ് അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു, അതോ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് ഞാൻ വരുന്നില്ല എന്നുള്ളത്. മോനെ അങ്ങനെയാണല്ലേ, എന്നായിക്കോട്ടെ. അങ്ങനെ അതാ അവർ റൂമിലേക്ക് എത്തി. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടായിരുന്നു ഉസ്താദ് അവിടെ ആ റൂമിൽ നിൽക്കുന്നത്. സമീറക്ക് ശരിക്കും ഒരു ആദ്യരാത്രിയാണ് അവിടെ നിന്ന് അനുഭവപ്പെട്ട പോലെ തോന്നുന്നത്. കാരണം പരിചയമില്ലാത്ത ബെഡ്റൂം. അതെ, ഇവിടേക്ക് ഞാൻ ക്ലീനിങ്ങിനൊക്കെ വരാറുണ്ടെങ്കിലും ഇവിടെ ഇതുവരെ കിടന്നിട്ടില്ല. അല്ലെങ്കിലും ആ റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരുന്നു. പിന്നെ ഷാമോൻ അതിലെ ബെഡും കിടക്കയും എല്ലാം ഒന്ന് മാറ്റി സെറ്റാക്കിയിരുന്നു. മൊത്തത്തിലൊരു അടിപൊളി ലുക്ക്. ശരിക്കും എന്താ സമീറ ഇങ്ങനെ നാണിച്ചു നിൽക്കുന്നത്? ഉസ്താദ് ചോദിക്കുന്നു. അത് ഒന്നുമില്ല, ഞാൻ വെറുതെ. എന്നാലും എന്താ, ഇവിടെ എത്തിയപ്പോൾ പുതുമണവാട്ടി ആയല്ലോ, അതുപോലെ ആയല്ലോ നീയെ. ഇതെന്താ ഇങ്ങനെ? ഇക്ക ഒന്നുമില്ല. എന്നാലും പെണ്ണെ, എന്തോ ഒന്നുണ്ടല്ലോ നിനക്ക്. ഇങ്ങോട്ട് വന്നേ. ഉസ്താദ് അതാ സമീറയുടെ കൈ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി. ഓ, മണവാട്ടി രണ്ടാമത് അഭിനയിക്കുകയാണോ? ഏയ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്കിവിടെ എത്തിയപ്പോൾ എന്തെന്നറിയില്ല, ഒരു ആകപ്പാടെ ഒരു, അല്ലെങ്കിൽ റൂമൊക്കെ ഒന്ന് മാറിയതല്ലേ, അതിൻ്റേതായ ഒരു വൈബ് ഉണ്ടാവും എൻ്റെ പെണ്ണേ. ഞാൻ സത്യം പറഞ്ഞാൽ മടിച്ച് നിന്നതാണടി. സത്യമായിട്ട് എനിക്ക് ഇവിടെ ഞാനൊരു പുതിയാപ്പിളായി വന്നിരിക്കുന്ന പറഞ്ഞാൽ അതെനിക്കൊരു ഒട്ടൊരു താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു. പിന്നെ ഉമ്മ അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക? അതേക്ക, ഉമ്മ പറഞ്ഞിരുന്നു ഭാര്യയും ഭർത്താവും അവർ വേറിട്ട് കിടക്കാൻ പാടില്ല എന്നുള്ളത്. അത് ശരി, അങ്ങനെ അല്ലേ? ആ, ഓക്കെ ഓക്കെ. അതെന്തെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും അങ്ങനെ അവിടെ പരസ്പരം വേറിട്ട് കിടക്കാൻ പാടില്ല. കാരണം അതിനിടയിലേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് കിടക്കണം. അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ച് യാത്രകൾ ചെയ്യുക. അതൊക്കെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ. നമ്മൾ അതിനല്ലേ ചെയ്യാറുള്ളതും. എന്നാലും എൻ്റെ പെണ്ണെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഒരു ദിവസം അങ്ങ് എൻ്റെ അടുത്ത് കിടക്കാതെ നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങോട്ട് വിഷമിച്ചിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നതേ. എനിക്ക് സത്യമായിട്ടും അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലേ നമുക്ക്. അപ്പോൾ എൻ്റെ ഇക്ക ഉമ്മയുടെ പണിയാണ്. പിന്നെ ഉമ്മ പറഞ്ഞ നല്ല കാര്യം കേട്ടപ്പോൾ എനിക്കും തോന്നി, പഠിച്ചവൻ എന്തിനാണ് ആ ബർക്കത്ത് വെറുതെ നഷ്ടപ്പെടുത്തുന്നതെന്ന്. ഓ, പിന്നെ അപ്പോഴേക്കും സമീറയെ ഉസ്താദ് അതാ ഒന്നടച്ചു പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സമീറ മരിക്കോളം വേണം കേട്ടോ എൻ്റെ കൂടെ. ഇനി ഞാൻ മരിച്ചിട്ട് നീ മരണപ്പെട്ടാൽ മതി കേട്ടോ. ഇക്ക, ഞാനാണ് ഫസ്റ്റ് മരിക്കുക. എന്നാൽ പിന്നെ എൻ്റെ മയ്യത്തിൻ്റെ മുകളിലേക്ക് അങ്ങയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീരെങ്ങാനും ഉറ്റി വീണ് കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിലായില്ലേ എൻ്റെ ഇക്ക? കഴിയില്ലടി, ഇനിയും കഴിയില്ല. അപ്പോഴേക്കും സുഹറയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉസ്താദിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇക്ക, കണ്ണുകൾ നിറഞ്ഞപ്പോൾ തന്നെ സമീറ ചോദിച്ചു, ഇക്ക ഭാഗ്യവതിയായ പെണ്ണാണ് സുഹറ. അതെ, ഭാഗ്യവതി. ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതി എന്ന് തന്നെ പറയാം. കാരണം ഇടയ്ക്കിടെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഉറ്റി വീഴുന്ന ഈ കണ്ണുനീര് അത് അവളുടെ ഖബറിലേക്ക് ഒരു പൂക്കാലമായി അങ്ങോട്ട് ചെല്ലാണ്. ഇക്ക, സുഹർ ഭാഗ്യവതിയാണ്. ആ ഭാഗ്യം എനിക്കും കിട്ടാണ്ട് ഞാൻ കൊതിക്കാണ്. എൻ്റെ പെണ്ണെ, നീ അത് പറയല്ലേ. ഇനി എനിക്കാവില്ലടി. ഇനി ഞാൻ പോയിട്ട് നീ വന്നാൽ മതി എൻ്റെ പിന്നാലെ കേട്ടോ. നമുക്ക് സ്വർഗത്തിൽ. അല്ല ഇക്ക, ഞാൻ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ? എന്താടി? നാളെ സ്വർഗത്തിൽ ആദ്യത്തെ ഭാര്യയ്ക്കായിരിക്കും സ്ഥാനം എന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു, അതിൻ്റെ കൂടെ ഒരു പുഞ്ചിരിയും. അത് എന്താ നിനക്ക് എങ്ങനെ ഇഷ്ടം ഇക്ക? സഹറ ആയിക്കോട്ടെ 1ാം സ്ഥാനത്ത്, പക്ഷേ 2ാം സ്ഥാനമെങ്കിലും അങ്ങെനിക്ക്
നൽകിക്കഴിഞ്ഞാൽ എനിക്കും സ്വർഗത്തിൻ്റെ ഒരരൂര് നിൽക്കാലോ. എൻ്റെ പെണ്ണെ, നീ അള്ളാഹുവിനോട് പറ. പടച്ച റബ്ബിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയും കേട്ടോ. ഇക്ക, ഒന്നാം സ്ഥാനം എനിക്ക് വേണ്ട, രണ്ടാം സ്ഥാനമെങ്കിലും എനിക്കതിനുള്ള ഭാഗ്യമെങ്കിലും ലഭിച്ചാൽ മതിയായിരുന്നു. തീർച്ചയായും പെണ്ണെ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ 2 പേരെയും അള്ളാഹു സ്വീകരിക്കും. കാരണം നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ അത്രയായിരുന്നു. അവളുടെ കൂടെ കൂടുതൽ ഞാൻ ജീവിച്ചിട്ടില്ല. പക്ഷെ അതിനിടയ്ക്ക് അവളെനിക്ക് നല്ലൊരു സൗഭാഗ്യമാണ് നൽകിയിരുന്നത്. എന്നാൽ അതെല്ലാം പെട്ടെന്ന് പോവുകയും ചെയ്തു. ഇപ്പോഴെനിക്ക് അള്ളാഹു സുബ്ഹാനഹു ഇറക്കി തന്ന പെണ്ണും ഹൈറായ പെണ്ണ് തന്നെയാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇക്ക, എന്നൊക്കെ എടുക്കല്ലേ, സമയം ലേറ്റായില്ലേ. പിന്നെ നാളെ അവളെ കൊണ്ടുവരാൻ പോകണ്ടേ ഫസീലത്തെ? ഇൻഷാ അല്ലാഹ്. ഇക്ക, വെള്ളം വേണോ? വെള്ളം ഞാൻ എടുത്തോളാം. അല്ല, ഇതാ. അവൾ വെള്ളമെടുത്ത് ഉസ്താദിന് കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് വെള്ളം കുടിച്ചു. അവൾ അതിൻ്റെ പകുതിയായിട്ട് ഉസ്താദ് അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എന്നാ ബാക്കി നീയും കുടിക്കേ. ബിസ്മില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അവളും വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്താടി, എന്താ ഇക്ക, എന്താ? സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉസ്താദ് ചോദിച്ചു, എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്? ഇക്ക, ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തലകറക്കണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, അത് പിന്നെ അങ്ങ് മാറി. എൻ്റെ പെണ്ണെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഐഷുവിന് ഒരു കൂടപ്പിറപ്പിനെ നീ എനിക്ക് തരുമോ? ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യം കേട്ട് ഒരു നിമിഷം ഉസ്താദിൻ്റെ കൈകൾ അവളെടുത്ത് അവളുടെ വയറ്റിൽ പതുക്കെ വെച്ചു. സത്യം? സത്യം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരു നിമിഷം ഉസ്താദ് പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്തു, കണ്ണുകൾ നിറച്ചുകൊണ്ട്. നേരെ അതാ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചേർത്തണച്ച് ചുംബിച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, സമീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇക്ക, ഞാൻ മച്ചി എന്ന പേരിൽ എഴുതി തള്ളിയതായിരുന്നല്ലോ എന്നെ. അപ്പോൾ മോളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ച എല്ലാം നടക്കും. പക്ഷേ ഡോക്ടേഴ്സിനെ നീ ഇതുവരെ കാണിച്ചിട്ടുമില്ല, കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഇല്ലിക്ക, അവരെന്നെ ആ രീതിയിലങ്ങ് ആക്കി വെച്ചതായിരുന്നു. സാരല്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആദ്യത്തെ വേണ്ട, ഞാൻ പറയുന്നില്ല. അതിനിപ്പോൾ വെറുതെ പറഞ്ഞ് നമ്മൾ കുറ്റങ്ങൾ ഏൽക്കണ്ടല്ലോ. ഇക്ക, സത്യമായിട്ടും ഞങ്ങൾ അങ്ങനെയൊന്നും മതി 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 പറഞ്ഞത് മതി. എൻ്റെ പെണ്ണെ, ഞാൻ പടച്ച റബ്ബിനോട് എങ്ങനെ നന്ദി പറയാൻ എനിക്കറിയുന്നില്ല. പിന്നെ നാളെ ഫസീലത്തെ കൊണ്ടുവരാൻ നീ പോകണ്ടല്ലോ. ഇനിയിപ്പോൾ ദൂരത്തെ യാത്രയൊക്കെ ചെയ്ത്. ഇക്ക, അങ്ങ് എന്താ പറയുന്നത്? അതുപോലെ നിനക്ക് ക്ഷീണമാണെങ്കിൽ നാളെ പോവണ്ട കേട്ടോ. നീ നാളെ അവിടെ വീട്ടിൽ സ്വീകരിക്കാൻ നിന്നോണ്ടേ കേട്ടോ. ഓക്കെ അല്ലേ? തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്ക് കേട്ട് സമീറുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. അവളും പടച്ച റബ്ബിനെ സ്തുതിച്ചു. പഠിച്ചോനെ, അപ്പോൾ അത് യാഥാർത്ഥ്യമായോ? അറിയില്ല, ഡേറ്റൊക്കെ ഒന്ന് തെറ്റിയിട്ടുണ്ട് റബ്ബേ. ഇക്ക, അള്ളാഹു എത്ര കാരുണ്യവാനല്ലേ. അതേടി, പടച്ച റബ്ബ് എത്ര കാരുണ്യവാനാണ്. പടച്ച റബ്ബ് നമുക്ക് എത്ര അനുഗ്രഹം നൽകിയില്ലേ. ഇപ്പോഴിതാ, അപ്പോഴേക്കും എത്ര പെട്ടെന്ന പെണ്ണിതൊക്കെ. അല്ല, ഉമ്മയോട് പറയണ്ടേ? ഉമ്മക്ക് ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡൗട്ട് ഉണ്ടെന്നൊരു സംശയം. ഉമ്മ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്ന് തലകറക്കം അനുഭവപ്പെട്ടു. അപ്പം നീയല്ലേ പെണ്ണ് പറഞ്ഞത് പ്രഷർ കുറഞ്ഞാണെന്നൊക്കെ. ഞാൻ അത്ര അങ്ങോട്ട് കാര്യമാക്കിയതില്ല. പക്ഷേ ഇക്ക, അതെ, പഠിച്ച റബ്ബ് എത്ര കാരുണ്യവാനും കരുണാനിധിയുമാണ്. അള്ളാഹു നമ്മുടെ എല്ലാ
ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നുണ്ടല്ലേ. സന്തോഷം കൊണ്ട് ആ രാത്രി ഉസ്താദിന് ഉറക്കം വരുന്നില്ല. അത് സമീറയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന എൻ്റെ ഐഷു. അതെ, ഐഷു ഇപ്പോൾ കിടക്കുന്നത് മറ്റു മക്കളുടെ കൂടെയാണ്. അവൾക്ക് അവരുടെ കൂടെ കിടക്കാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ നവാസ് ആ റൂമിലേക്ക് 2 കട്ടിൽ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. മക്കൾ നല്ലപോലെ 3 പേരും അങ്ങനെ കളിച്ച് കിടക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഉമ്മാനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ മക്കൾ അവിടെ സന്തോഷിക്കട്ടെ എന്ന് കരുതി. ഉസ്താദും അങ്ങനെ തന്നെ കരുതി. കാരണം നമ്മൾ പിടിച്ചു വലിച്ച മക്കളെ കൊണ്ടുവന്നാൽ അവരുടെ സന്തോഷമാണ് നമുക്ക് വലുത്. അവൾക്ക് കൂടപ്പിറപ്പിങ്ങളില്ലല്ലോ, കൂടപ്പിറപ്പിങ്ങൾക്ക് പകരമായിട്ടാണല്ലോ അവരെ അള്ളാഹു നൽകിയത് എന്ന് വിചാരിക്കും. നവാസിൻ്റെ മക്കളും ഐഷും ഇപ്പം നല്ല കൂട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സന്തോഷമല്ലെന്ന് കരുതിയിട്ട് അത് ഐഷുവിനെ വല്ലാതെ നിർബന്ധിക്കാറുമില്ല. അവൾക്കല്ലെങ്കിൽ ഇഷ്ടം അവരുടെ കൂടെ കഴിയുന്നത് തന്നെയാണ്. ഉസ്താദ് ഓരോന്ന് ആലോചിച്ചു. റബ്ബേ, എൻ്റെ ഐഷുവിനെ വിട്ട് സഹ്റ പോയപ്പോൾ, ആ പിഞ്ച് പൈതലിനെ എൻ്റെ കൈകളിലിട്ട് അവൾ പോയപ്പോൾ ഞാൻ കരുതി, റബ്ബേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നുള്ളത്. എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും? പിന്നീട് അവളുടെ ഉമ്മമ്മ കൂടി അവളുടെ അടുത്തേക്ക് യാത്രയായപ്പോൾ ഞാൻ ശരിക്കും പെട്ടുപോയി. റബ്ബേ, എൻ്റെ പൊന്നു മോൾക്ക് ആരില്ലാതായി പോയല്ലോ. അത് നോക്കിയിരുന്ന ഉമ്മ, അതും പോയി, ഉമ്മമ്മയും പോയി. പിന്നീട് ഞാൻ പള്ളിയിലേക്ക് എൻ്റെ കുട്ടിയെ കൊണ്ടുപോകും. എന്നാൽ അതിനിടക്ക് സമീറ എന്നൊരു പെണ്ണിനെ കണ്ടതും അവളെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചതും അറിയാതെ അവളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയതും എൻ്റെ കുഞ്ഞിനെ നോക്കാൻ അവൾ ഏറ്റെടുത്തതും, അതെ, എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഏറ്റവും നല്ലത് അവൾ തന്നെയാണെന്ന് തോന്നിയതും അവളെ ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതും എല്ലാം അവൻ ഓർത്തു. ഇപ്പോഴിതാ എൻ്റെ പൊന്നുമോൾക്ക് ഒരു കൂടപ്പിറപ്പിനെ നൽകുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് എൻ്റെ സമീറ. അതെ, സമീറ അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. പാവം, നല്ല ക്ഷീണം ഉണ്ടാവും. പഠിച്ചോനെ പാവം. ഹോസ്പിറ്റലിലേക്ക് ഞാൻ വിട്ട സമയത്തൊക്കെ അവൾ പ്രഗ്നൻ്റ് തന്നെയായിരിക്കും. ക്ഷീണം ഉണ്ടായിട്ടുണ്ടാവും. എങ്കിലും ഐഷുമ്മയെ നോക്കാനില്ലെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞയച്ചു. ഇപ്പോഴിതാ ഇവിടെ എത്തിയിട്ട് എല്ലാവർക്കുള്ള ചോറും കറിയും ചപ്പാത്തിയും കൂട്ടാനും ചിക്കനും എല്ലാം അവൾ ഉണ്ടാക്കി വെക്കുന്നു. പോകാനാവുമ്പോത്തിന് അല്ലാ, പാവാണ്, കഷ്ടപ്പെടുത്താൻ പാടില്ല. ഉസ്താദ് ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. അതെ, സുഖമായി ഉറങ്ങാണ് സമീറ. അവളുടെ മനോഹരമായ മിഴികളിങ്ങനെ അടഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ എത്ര ഭംഗിയാണ് ആ ഒരു മുഖത്തിനെന്ന് തോന്നിപ്പോയി. ഉസ്താദ് കുറേ സമയം അവളെ നോക്കി നിന്നു. റബ്ബേ, നീ എനിക്ക് കനിഞ്ഞരുളിയതാണ് അവളെ. അല്ലാ, ഇപ്പോഴിതാ അവളിലേക്ക് ഒരു കുഞ്ഞിനെയും നീ നൽകിക്കഴിഞ്ഞു റഹ്മാനെ. എൻ്റെ കുഞ്ഞ് അവളുടെ ഗർഭപാത്രത്തിൽ വളരുന്നുണ്ട്. അല്ലാ, ഒരു നിമിഷം ഉസ്താദ് ആ ഒരു കാഴ്ച നോക്കിക്കൊണ്ടേയിരുന്നു. എൻ്റെ ഐഷുവിന് കൂട്ടായിട്ട് വരുന്ന ആ ഒരു പൊന്നുമോള്, അല്ലെങ്കിൽ പൊന്നുമോന്. റബ്ബേ, അല്ലാഹുവേ, കാണാൻ ഒത്തിരി കൊതിയായി. അല്ലാ, ഉസ്താദിന് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവൾ ഉറങ്ങട്ടെ. അവൾക്ക് നല്ല രീതിയിൽ ഉസ്താദ് ഒന്നുകൂടെ പുതപ്പ് പുതച്ചു കൊടുത്തു. എന്നാൽ ഉസ്താദ് അറിയാതെ ഒന്ന് മയങ്ങി. പക്ഷേ 3 മണിയായപ്പോഴേക്കും ഉസ്താദ് ഉണർന്നു. അല്ലാ, എൻ്റെ പെണ്ണ് നല്ല ഉറക്കാണ്, ഉറങ്ങട്ടെ. ഉസ്താദ് പതുക്കെ എഴുന്നേറ്റു. അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കാതെ അതാ വാഷ്റൂമിൽ പോയി ഉളുഹ് ചെയ്ത് അതാ തഹജ്ജുദ് നിസ്കരിച്ചു. പടച്ച റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്ത്, റഹ്മാനെ, അല്ലാ, ഈ രാത്രി എൻ്റെ സന്തോഷമുള്ള രാത്രിയായിരുന്നു. അതെ, പുത്തൻ വീട് തറവാട്ടിൽ വെച്ച് ആ ഒരു സന്തോഷകരമായ രാത്രി അതെനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞ രാത്രിയായിരുന്നു. റഹ്മാനെ, അള്ളാഹുവേ, റഹ്മാനെ, നീ എത്ര കരുണാനിധിയാണല്ലാ. എനിക്ക് ഒരു കാലത്ത് നീ സന്തോഷത്തിന് പകരം ദുഃഖം നൽകി, എങ്കിലും അതിനേക്കാൾ ഇരട്ടിയിലധികം സന്തോഷം എനിക്ക് നീ തരികയാണല്ലാ. സമീറയെ ഭാര്യയായി ലഭിച്ചത് മുതൽ എൻ്റെ ജീവിതം വളരെയധികം സമ്പൂർണ്ണമാണല്ലാ. എനിക്ക് അവൾ എൻ്റെ ഉമ്മയായിരുന്നു, എൻ്റെ ഇത്തയായിരുന്നു, എൻ്റെ മോളായിരുന്നു, എൻ്റെ ഭാര്യയാണ്, എല്ലാം അവളാണ്. എൻ്റെ കാമുകിയാണ്, എൻ്റെ കൂട്ടുകാരിയാണ്. എല്ലാ നിലക്കും അവൾ പ്രവർത്തിക്കും. ചില സമയത്ത് ഒരു ഉമ്മയുടെ കരുതലും സ്നേഹവും അവൾ എനിക്ക് തരും. എന്നാൽ ചില സമയത്ത് അതെ, എൻ്റെ പൊന്നു മോളെ പോലെ കൊഞ്ചാനും മറക്കില്ല. എന്നാൽ ചില സമയത്ത് ഭാര്യയെപ്പോലെ
നല്ല രീതിയിൽ കൂട്ടുകാരിയെ പോലെ കാമുകിയെ പോലെ കൊഞ്ചിക്കുഴയാനും ഒക്കെ അവൾ എൻ്റെ അടുത്ത് വരും. എന്നാൽ ഉമ്മ എന്നുള്ള ആ ഒരു സ്ഥാനം, ആ സമയത്ത് അവൾ കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഭക്ഷണം കഴിക്കാഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ലേറ്റായാൽ അങ്ങനെയൊക്കെ ഒരു ഉമ്മമാർ തരുന്ന ഉപദേശം, അതെ, അങ്ങനത്തെ ഒരു ചെറിയ ശകാരം അത് കിട്ടുമ്പോഴേ സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് പറയുന്നതെന്ന് തോന്നിപ്പോവും. റബ്ബേ, എനിക്ക് എല്ലാ നിലക്കും അവൾ നീ തന്നിട്ടുണ്ട്. റഹ്മാനെ, പടച്ച റബ്ബേ, നീ കാത്തുരക്ഷിക്ക് റഹ്മാനെ. ഉസ്താദ് തഹജ്ജുദ് നിസ്കരിച്ച് അതാ ദുആ ചെയ്യുകയാണ്, ഖുർആൻ പാരായണം ചെയ്യുകയാണ്. എന്നാൽ ഈ സമയം സമീറ നല്ല ഉറക്കത്തിലാണ്. പാവം, എന്നും എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ എന്നെ വിളിക്കും അവൾ. അതെ, അവൾ ഉളുഹ് ചെയ്തു വന്ന് എൻ്റെ മുഖത്തേക്കൊന്ന് തുള്ളി വെള്ളം കുടയും. പക്ഷെ ഇന്ന് അവൾ ഉണർത്താനാവില്ല. അവൾ ഉറങ്ങട്ടെ, ക്ഷീണം ഉണ്ടാവും, നന്നായിട്ട് ഉറങ്ങട്ടെ. എന്നാൽ സമയം 4 മണി ആയപ്പോൾ തന്നെ സമീറ പതിവ് പോലെ അതാ ഉറക്കിൽ നിന്ന് ഉണരുന്നു. ഒന്നവൾ തിരിഞ്ഞു കിടന്ന് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ അതാ തപ്പി നോക്കുന്നു. ആ ഇക്ക, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ മാതനാ വഇലൈഹി നുശൂർ. ആ ഇക്ക. അവൾ കണ്ണു തുറക്കാതെയായിരുന്നു അത് അവിടെ നിന്ന് എഴുന്നേറ്റത്. കണ്ണു തുറന്ന് തൻ്റെ പ്രിയപ്പെട്ട ഇക്കയെ നോക്കി, തൊട്ട് നോക്കിയിട്ട് കാണുന്നില്ല. ഒരു നിമിഷം അവളൊന്ന് ഞെട്ടി, റബ്ബേ. എന്നാൽ പെട്ടെന്ന് ആ ഒരു കാഴ്ച കണ്ടു. അതെ, ആ റൂമിൻ്റെ ആ ഒരു മൂലയിലായിട്ട് നിസ്കാരപ്പായിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്. അവൾ അത് കണ്ടപ്പോൾ ഒരു നിമിഷം പടച്ച റബ്ബിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാ. ഇക്ക, ആ എണീറ്റോ? ഞാൻ കരുതി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നിന്നുണർത്താന്ന്. ഇക്ക, അല്ല, ഇക്കത് നേരത്തെ എണീറ്റോ? ഞാൻ ക്ഷീണം കൊണ്ട് അറിയാതെ അങ്ങ്. സാരല്ല പെണ്ണേ, സാരല്ല കേട്ടോ. അവളും അപ്പോഴേക്കും ഫ്രഷായി നിസ്കരിച്ചു, ദുആ ചെയ്തു. പെണ്ണേ, ഞാൻ പള്ളിയിൽ പോട്ടെ കേട്ടോ. ഇക്ക, ചായ കുടിച്ചിട്ട്? അല്ല വേണ്ട, വെള്ളം കുടിച്ചാൽ അത് മതി. ഉസ്താദ് അതാ ഇറങ്ങിപ്പോകുന്നു. അപ്പോഴേക്കും ഷമ്മാസ് എഴുന്നേറ്റിരുന്നു. ഉസ്താദെ, ബാങ്ക് വിളിക്കാൻ. ആ അതെ ഷാമോനെ, പോട്ടെ, അതാ ഞാനും ഉണ്ടെന്നാൽ. ഓ, ഇന്ന് നേരത്തെയാണല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും, നവാസ് എണീറ്റ് ആവുന്നേ ഉള്ളൂ. അവൻ മക്കളുടെ കൂടെ അങ്ങ് ഉറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഉസ്താദും അതാ ഷമ്മാസും പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിലെത്തി ഉസ്താദിൻ്റെ ആ ഒരു മനോഹരമായ ആ ഒരു ബാങ്കുലി അതാ സമീറ കാതോർത്ത് നിന്നു. അവൾ അതിന് ജവാബ് ചൊല്ലി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഷമ്മാസും പള്ളിയിലേക്കെത്തി. അതെ, ഷമ്മാസിൻ്റെ മനസ്സിൽ ആദ്യമാണ്, റബ്ബേ പഠിച്ചോനെ, ഇന്നാണല്ലോ ഓളെ കൂട്ടിക്കൊണ്ടിട്ടുണ്ട് ദിവസം. അങ്ങനെ അതാ പള്ളിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി. അപ്പോഴേക്കും സമീറ താഴേക്ക് ഇറങ്ങി എല്ലാവർക്കുമുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കി നേരെ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഉമ്മ, എങ്ങനെയുണ്ട് ഉമ്മ? മോളെ, കുഴപ്പമൊന്നുമില്ലടി. ഉമ്മ ആയിക്കോട്ടെ, ഉമ്മ വരി, ഇത് ചുടുവെള്ളം, വരി ഒന്ന് പല്ലും തേക്കുക. ഉമ്മയെ പിടിച്ചുകൊണ്ട് അവൾ പല്ല് തേപ്പിക്കുവാൻ വേണ്ടി പോയി. മോളെ, ഓ ആ കുഞ്ഞ് ഉമ്മ ചെയ്തോളാം, ഉമ്മക്ക് അത്ര വെജായൊന്നുമില്ല. ഉമ്മ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, തലകറങ്ങിങ്ങനെ വീണാലേ ഞങ്ങൾക്ക് ഉമ്മ ഉണ്ടാവില്ല കേട്ടോ. അതെ, ഉമ്മയെ സ്നേഹത്തോടെ അതാ പല്ല് തേച്ച് മുഖമെല്ലാം കഴുകി കൊടുത്ത്. ഉമ്മക്ക് നല്ലൊരു കട്ടൻ കാപ്പി തന്നാലോ? അതല്ലേ നല്ലത്. കുറച്ച് ശർക്കരയുടെ അല്ലേ, പനഞ്ചക്കരൻ്റെ ഒരു കഷ്ണം. ഷുഗറൊക്കെ ഉണ്ടാകുമ്പോൾ അതിനല്ലേ നല്ലത്. നല്ലതൊന്നല്ല, എന്നാലും മോളെ കുറച്ചെണ്ണം ഇട്ടാളാ, ഷമ്മാസ് കേൾക്കണ്ട. ഉമ്മ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. സമീർ സന്തോഷത്തോട് ഉമ്മാക്കൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. ഉമ്മ, ഞാൻ അവിടെ ഇരിക്കും, ദിക്കറും സലാത്തൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ചെല്ലിക്കോളി നിസ്കരിച്ച് കണ്ട്. അങ്ങനെ ഏതാ ഉമ്മ നിസ്കാരപ്പായിൽ തന്നെ ഇരുന്നു. അപ്പോഴേക്കും സമീറ ഫുഡെല്ലാം ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ നുസീം വന്നു. കുഞ്ഞുണ്ട് കയ്യിൽ. എന്നാൽ നുസൈബിയോട് സമീറ പറഞ്ഞു, മോളെ നുസിയെ, ഈ കുഞ്ഞിന് പാല് കൊടുത്താളാ. എന്തിനാ അതിനെയും കൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വന്നേക്കണ്? പഠിച്ചോനെ, 90 പോലും ആയിട്ടില്ലല്ലോ കുട്ടിക്ക്. ചെല്ലേ, ഇങ്ങോട്ടൊന്നും വരണ്ട. ഇത്താ, എനിക്കൊരു ഇടങ്ങാറ്, നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ. ഒരു കുഴപ്പമില്ലടി, എനിക്കിപ്പോൾ ഒന്നുമില്ല, ഞാൻ എല്ലാം ഉണ്ടായിക്കോളാം. നീ അവിടെ കുട്ടിനെയും കൊണ്ട് അവിടെ പോയിരിക്കേ. ഇപ്പോൾ ഇതിനെയും കൊണ്ട് അടുക്കളയ്ക്ക് വന്നിക്കണേ. കുഞ്ഞു ഉണ്ണതുകൊണ്ടേ ഞാൻ എഴുന്നേറ്റ് വരാൻ നിന്നതായിരുന്നു. അപ്പോഴേക്കത് ഉണർന്നു. അതിനെന്താ, സാരില്ല, പോയിക്ക്. അപ്പോഴേക്കും ഉമ്മ വിളിച്ചു, മോളെ നുസിയെ, കുട്ടി ഉണ്ണടി. ആ ഉമ്മ കുഞ്ഞിനെ അതാ ഉമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ എടീൻ്റെ കുട്ടിയൊന്ന് ഇവിടെ കെടുത്തിക്കാണ്, എൻ്റെ കുട്ടിയൊന്ന് ഞാൻ കണ്ടാട്ടെ.
ഉമ്മ ആയിക്കോട്ടെ, ഞാൻ വേറെ പമ്പേഴ്സ് എടുത്തിട്ട് വരാം. നല്ലൊരു പുതിയ പമ്പേഴ്സ് ഇട്ടിട്ട് അതാ ഉമ്മയുടെ ബെഡിൽ തന്നെ കിടത്തി കൊടുത്തു. പഠിച്ചോനേ, ഉമ്മാന്റെ ഫാത്തിമ കുട്ടി എവിടെ? ഓ എൻ്റെ റബ്ബേ. ഉമ്മാക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. സമീറയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോഴേക്കും അതാ നുസിയും എത്തി. ഭാരപ്പെട്ട പണികളൊന്നും അവളെ കൊണ്ട് അവൾ എടുപ്പിച്ചില്ല. അത് നീ ഉള്ളിലേക്ക് മുറിച്ചാൽ മതി ഇവിടെ ഇരുന്നിട്ട്. എന്താ ഇത്താ ഇപ്പം ഇത്ര ദിവസം അലിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഇപ്പം എത്ര കഴിഞ്ഞില്ലേ, പ്രസവത്തിനത് കഴിഞ്ഞില്ലേ? അല്ലടി, ഒരു 10 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, എന്നാ പിന്നെ 90 എന്നാ പിന്നെ സമാധാനം. പിന്നെ എൻ്റെ ഇഷ്ടം പോലൊക്കെ ചെയ്തോണ്ട് അപ്പോഴേക്ക് ഞാനും പോവും കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസും നവാസും ഉസ്താദുമെല്ലാം വന്നു. ഉമ്മ പതുക്കെ അടുക്കളയിലേക്ക് എഴുന്നേറ്റ് വരാൻ നിന്നപ്പോഴേക്കും സമീറ പറഞ്ഞു, ഉമ്മ വേണ്ട, അവിടെ ഇരിക്കേ, ഉമ്മ അങ്ങോട്ട് വരില്ലേ. അപ്പോഴേക്കും രണ്ടുപേരും കൂടി ഫുഡും കാര്യങ്ങളും എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. ഒരു നിമിഷം ഉസ്താദ് സമീറയെ ഇടം കണ്ണിട്ട് ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു. എന്നാൽ ഉമ്മ പറഞ്ഞു, മക്കളെ വേഗം ഒരുങ്ങിക്കൂടി, വേഗം ചായയുടെ കഴിഞ്ഞാണ്ട് ഞമ്മക്കങ്ങോട്ട് പോകാം. ഞമ്മക്ക് അങ്ങോട്ട് പുതിയ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ടേ ഓളെ കൂട്ടിക്കൊണ്ടുവരാം. ഞമ്മക്ക് അതിനത്ര ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല, എന്നാലൊറ്റ അത്യാവശ്യക്കാരെ വിളിച്ചും ചെയ്തിക്കണമെന്ന് പറഞ്ഞപ്പോഴല്ലോ. കാരണം ഇതെന്ന് വെച്ചാൽ ആൾക്കാരെ അറിയാഞ്ഞാലും പറ്റൂലല്ലോ, അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തണമല്ലോ ഇത്. അങ്ങനെ അതാ അവർ സന്തോഷത്തോടു കൂടി ഭക്ഷണമെല്ലാം കഴിച്ചു. സമീറയും നുസിയും പെട്ടെന്ന് പണിയെല്ലാം ഒതുക്കി അവരെല്ലാവരും അതാ ആ പുതിയ വീട്ടിലേക്ക് പോവുകയാണ്. ഫസീലക്ക് താമസിക്കുവാനുള്ള പുതിയ വീട്ടിലേക്ക്. അവിടേക്ക് എല്ലാവരും എത്തിത്തുടങ്ങിയിരുന്നു. ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. എല്ലാവരും അവിടേക്ക് എത്തിത്തുടങ്ങി. അതെ, ഫസീലയെ കൊണ്ടുവരികയാണ് ഇന്ന്. എല്ലാവരും ആകാംക്ഷയോടെ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഐഷുമ്മയും ഷമ്മാസ് പതുക്കെ അങ്ങ് കൊണ്ടുപോയി ഒരു റൂമിൽ ശരിക്ക് ഡ്രസ്സ് എടുത്ത് ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ എല്ലാവരും വരുമ്പോൾ ഐഷുമ്മാനോട് സംസാരിക്കാതിരിക്കൂരല്ലോ. അങ്ങനെയതാ ആ പുതിയ വീട്ടിൽ ആളുകൾ കൂടിത്തുടങ്ങി. എല്ലാവരും മണവാട്ടിയെ കൊണ്ടുവരാനുള്ള ആ ഒരു തിടുക്കത്തിലായി. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.